ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ റഫേൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകളെ തടുത്തിടാൻ കഴിയാതിരുന്നത് ആയുധ വിപണിയെയും ഉലയ്ക്കുന്നതാണ്. ഫ്രാൻസിന്റെ റഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിന് ഇന്ത്യയോട് ഫ്രാൻസും ഇനി എന്നും കടപ്പെട്ടിരിക്കും. യുക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗാസയിലും യമനിലും ലബനിലും നടന്ന ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ കഴിയുകയില്ല. ഇവിടെ ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറിയാണ് മറ്റൊരു ആണവ രാജ്യമായ ഇന്ത്യ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മറ്റൊരിടത്തും ഒരു ആണവ രാജ്യത്തെ മറ്റൊരു ആണവ രാജ്യം സമീപകാലത്ത് ആക്രമിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന പ്ലാൻ തയ്യാറാക്കി തന്നെയാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ അടിച്ചിരിക്കുന്നത്. ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഞെട്ടിയുണർത്തുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്.